വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബോയ് ഫ്രണ്ട് എന്ന ഡ്രാമയുടെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബാഡ്സിനൊപ്പം തന്നെ കണ്ടാൽ പ്രശ്നമാകുമല്ലോ എന്ന് കരുതി സ്മൈൽ അവനോട് യാത്ര പറയാൻ പോലും നിൽക്കാതെ ഉണ്ണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾ ബാഡ്സിനെ കാണാതെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ബാഡ്സ് ബൈക്കിന്റെ പണി കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ സ്മൈലിനെ എവിടെയും കാണാത്തതിനാൽ അവളൊരു താങ്ക്സ് പോലും പറയാതെ പൊയ്ക്കളഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. റൂമിലെത്തിയ ഉടൻ ഉണ്ണിക്ക് പറയാനുണ്ടായിരുന്നത് ബാഡ്സിനെ കുറിച്ചായിരുന്നു. അവൻ ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന് കള്ളം പറഞ്ഞതാണ് എന്നാണ് തോന്നുന്നത്. അവൻ്റെ FBയും ഇൻസ്റ്റയും ട്വിറ്ററും ഒക്കെ ഞാൻ അരിച്ചുപെറുക്കി നോക്കി, പക്ഷെ അതിലൊന്നിലും അവന് ഗേൾഫ്രണ്ടിനുള്ളതിൻ്റെ ഒരു ലക്ഷണവുമില്ല എന്ന് അവൾ പറയുന്നു. അവൻ്റെ ലവ് ലൈഫ് പബ്ലിഷ് ആക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെങ്കിലോ എന്ന് സ്മൈൽ പറയുന്നു. എന്തായാലും നാളെ ഞാൻ അവനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നീയും എൻ്റെ കൂടെ വരണമെന്ന് ഉണ്ണി സ്മൈലിനോട് ആവശ്യപ്പെടുന്നു. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, മ്യൂസിക് ക്ലബ്ബിൽ റിഹേഴ്സലിന് പോകണം എന്നൊക്കെ പറഞ്ഞ് സ്മൈൽ ഒഴിഞ്ഞു മാറുന്നു. ബോയ് ഫോറൻറ്റിൽ പോയിട്ടുണ്ടായ ശരിക്കുമുള്ള വിവരങ്ങളൊന്നും പറയാതെ അവരൊരു ഫ്രോഡ് കമ്പനിയാണ്, എന്നെ പറ്റിച്ചതാണ് എന്നാണ് അവൾ പറഞ്ഞത്. അടുത്ത ദിവസം രാവിലെ ലിസിന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയില്ലേ, വൈകിട്ട് 7 മണിക്ക് നമുക്ക് സ്ഥിരം പ്ലേസിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ബാഡ്സിന്റെ മെസ്സേജ് വരുന്നുണ്ട്. അതോടെ അവൾ ഹാപ്പിയാകുന്നു. സ്മൈൽ ഉണ്ണിയെ പറ്റിക്കാൻ റിഹേഴ്സൽ എന്ന് പറഞ്ഞ് ക്ലബ്ബിലെത്തിയെങ്കിലും അന്നവിടെ പ്രാക്ടീസും ഉണ്ടായിരുന്നില്ല. ബോറടിച്ച് അവൾ അവിടെയുള്ള ഇൻസ്ട്രുമെന്റ് ഓരോന്ന് തൊട്ട് നോക്കിയൊക്കെ നിൽക്കുമ്പോഴാണ് കൈറോ അവിടേക്ക് വന്നത്. മീറ്റിംഗ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനു വന്നതാണ് എന്ന് അവൻ ചോദിച്ചപ്പോൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കാണാമെന്ന് കരുതി വന്നതാണ് എന്ന് അവൾ പറയുന്നു. ഞങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്, നിനക്ക് ഇവിടെ നിന്ന് കേൾക്കാം, ഞങ്ങൾക്ക് മ്യൂസിക് കോൺടെസ്റ്റിന് പാടാനുള്ളതാണ്, ഈ ലിസ്റ്റ് നോക്കിയിട്ട് പാട്ടെങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അവൻ ലിസ്റ്റ് അവളെ കാണിക്കുന്നു. എനിക്ക് പാട്ടിലത്ര അറിവൊന്നുമില്ല എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് മാത്രം ഒന്നറിയാൽ മതി, നോക്കിയിട്ട് പറയാൻ അവൻ പറയുന്നു. ആദ്യത്തെ 2 പാട്ട് മാത്രമേ അറിയാവൂ, ബാക്കിയൊന്നും കേട്ടിട്ടില്ല എന്നവൾ പറഞ്ഞപ്പോൾ കൈറോയ്ക്ക് ലിസിനെ ഓർമ്മ വരുന്നു. അവളന്ന് B-സൈഡ് സോങ് ആണ് എന്ന് പറഞ്ഞ പാട്ടായിരുന്നു ബാക്കി അതിൽ എഴുതിയിരുന്നത്. അതൊക്കെ B-സൈഡ് സോങ് ആണ് എന്നവൻ പറഞ്ഞപ്പോൾ B-സൈഡ് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് സ്മൈലിന് ഉണ്ണിയുടെ ഒരു മെസ്സേജ് വരുന്നതിനാൽ എനിക്ക് അത്യാവശ്യമായി പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ബാഡ്സിന്റെ ക്ലാസ് റൂമിലേക്കാണ് അവൾ പോയത്. ഉണ്ണി നിന്റെ റൂമിലേക്ക് ഫോളോ ചെയ്യാൻ പോവുകയാണ് എന്നെനിക്കിപ്പോൾ മെസ്സേജ് അയച്ചു, നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അവൾ അവനെ ക്ലാസ്സിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. വഴിയിൽ വെച്ച് ഉണ്ണിയെ കാണുന്നതിനാൽ അവൾ അവനെയും കൊണ്ട് തിരിഞ്ഞോടിയെങ്കിലും മുന്നേ അവളെ കണ്ടിരുന്നു. സ്മൈൽ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അവൾ പുറകെ ഓടുന്നു. അവളുടെ പിടിയിൽപ്പെടാതിരിക്കാൻ രണ്ടുപേരും കൂടി ഒരു സ്റ്റോർ റൂമിൽ കയറി വിളിക്കുന്നു. ഉണ്ണി അവർക്ക് പുറകെ അവിടെ എത്തുന്നു. കാർഡ്ബോർഡുകളുടെ പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സ്മൈലും ബാഡ്സും. ഉണ്ണി കാണാതിരിക്കാൻ ബാഡ്സ് സ്മൈലിനെ അടുത്തേക്ക് വലിച്ചടിപ്പിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഉണ്ണിക്കപ്പോൾ ഒരു കോൾ വന്നതിനാൽ അവൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ലിസ് ബാഡ്സിന് നൽകാൻ ഒരു ഗിഫ്റ്റ് വാങ്ങാനായി പോകുന്നു. അവളൊരു വാച്ച് സെലക്ട് ചെയ്ത് അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കയറ വലിയെത്തി അത് പിടിച്ചു വാങ്ങിയത്. ബോയ് ഫ്രണ്ടിന് നൽകാനാണോ? എന്താണ് ഇന്നത്തെ പ്രത്യേകത? ബർത്ത്ഡേ ആണോ അതോ വേറെ വല്ല ഒക്കേഷനുമാണോ? എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാമെന്ന് അവൻ പറയുന്നു. ലിസ് ദേഷ്യത്തിൽ അത് തിരികെ വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ മര്യാദയ്ക്ക് ചോദിച്ചാൽ തിരിച്ചു തരാമെന്ന് അവൻ പറയുന്നു. അത് നീ സ്വപ്നം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവൾ വേറെ വാച്ച് നോക്കാനായി പോകുന്നു. പക്ഷെ പിന്നെ അവൾ നോക്കിയതൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് അവൻ നിരുത്സാഹപ്പെടുത്തുന്നു. എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഇവിടെയുള്ളതിൽ ബെസ്റ്റ്, അതുകൊണ്ട് മര്യാദയ്ക്ക് ചോദിക്കാൻ അവൻ വീണ്ടും പറഞ്ഞപ്പോൾ ശരി ഞാൻ ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കൈ നീട്ടുന്നു. തരാം, പക്ഷേ ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി ആണോ എന്ന് പറയണം എന്നവൻ പറയുന്നു. ആനിവേഴ്സറി എന്നവൾ പറഞ്ഞപ്പോൾ എത്ര വർഷമായി എന്നവൻ വീണ്ടും ചോദിക്കുന്നു. മനസ്സോടെ അല്ലെങ്കിലും 2 വർഷമായി എന്നവൾ പറയുന്നു. വാച്ച് തിരികെ കൊടുത്തിട്ട് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോയി വിടാൻ സമ്മതിക്കണം എന്നവൻ പറയുന്നു. ഉണ്ണി പോയ ശേഷം സമാധാനത്തോടെ പുറത്തിറങ്ങിയ ബാഡ്സ് സ്മൈലിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. നിന്റെ ഫ്രണ്ടിന്റെ കണ്ണു വെട്ടിച്ചപ്പോഴേക്കും ആകെ തളർന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ലെസൺ തുടങ്ങാം എന്ന് ബാഡ്സ് പറയുന്നു. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാനിന്ന് കൈറോയെ കണ്ടിരുന്നു, പക്ഷെ അവൻ്റെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്നറിയാതെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഞാൻ ആ ക്ലബ്ബിൽ ഡാൻസ് കളിച്ചത് അവൻ കണ്ടു കാണുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ നാണക്കേടാകുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്നവൾ ചോദിക്കുന്നു. ബാഡ്സ് ഡോർ ലോക്ക് ചെയ്തിട്ട് അവൾക്ക് അരികിലേക്ക് ചെല്ലുന്നു. സ്മൈൽ പുറകിലേക്ക് പോയി ഭിത്തിയിലിടിച്ച് നിന്നിട്ട് അടുത്തേക്ക് വരരുത് എന്ന് അവനോട് പറഞ്ഞെങ്കിലും അവൻ മുന്നോട്ട് വന്ന് അവളുടെ ഷർട്ടിൻ്റെ മുകളിലത്തെ ബട്ടൺ ഊരിമാറ്റി അവളുടെ മുടിയും അഴിച്ചിടുന്നു. ഞാൻ നിന്റെ ലുക്കൊന്ന് മാറ്റാൻ നോക്കിയതല്ലേ, കൈറോയ്ക്ക് സെക്സി ലുക്കാണ് ഇഷ്ടം എന്ന് തോന്നുന്നു, പിന്നെ നിന്റെ മുടി ഇങ്ങനെ കെട്ടിവെക്കരുത്, അത് കുട്ടികളെ പോലെ തോന്നിക്കും എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുടി പിടിച്ച് നേരെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ബാഗിൽ നിന്ന് ഒരു പെർഫ്യൂം ബോട്ടിലെടുത്ത് നീട്ടിയിട്ട് ആൺപിള്ളേർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവളെ മണപ്പിച്ച് നോക്കിയിട്ട് നിനക്ക് ബേബി പൗഡറിൻ്റെ മണമാണ്, നിനക്കിപ്പോൾ 10 വയസ്സുള്ളൂ എന്നവൻ ചോദിക്കുന്നു. കളിയാക്കണ്ട, എനിക്ക് വില കൂടിയ പെർഫ്യൂം വാങ്ങി തരാനെന്നും മാത്രം ദയൊക്കെ നിനക്കുണ്ടായെന്ന് അവൾ ചോദിച്ചപ്പോൾ ഇത് ഞാൻ വാങ്ങിയതല്ല, എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെയാണ് എന്നവൻ പറയുന്നു. എനിക്കിത് വേണ്ട, അവളെൻ്റെ പുറകിന് വരാനാണോ നീ തന്നത് എന്നവൾ ചോദിച്ചപ്പോൾ അവനത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്നും പ്രശ്നമില്ല, ഇത് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ്, ഇത് ശരിക്കും ബോയ്സിനെ ആകർഷിക്കാനുള്ളത് കൊണ്ട് അവളിത് ധരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. നീ നന്നായി കെയർ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് നിന്റെ ഗേൾഫ്രണ്ട് നല്ല ഹാപ്പി ആയിരിക്കണമല്ലോ എന്ന് അത് വാങ്ങി ബാഗിൽ വെക്കുന്ന കൂട്ടത്തിൽ സ്മൈൽ ചോദിക്കുന്നു. എനിക്ക് വേറെ ആൺപിള്ളേരുടെ അസൂയാണ് എന്നാണ് അവൾ പറയാറ് എന്നവൻ ചിരിയോടെ പറയുന്നു. നീ ഏത് ലിപ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് എന്നും അവൻ ചോദിക്കുന്നു. ഞാൻ നോർമൽ ലിപ് ബാമാണ് ഉപയോഗിക്കുന്നത്, കളറുള്ള ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമല്ല എന്നവൾ പറഞ്ഞപ്പോൾ ഇനി മുതൽ കളർ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കണം, അപ്പോൾ കൈറോയ്ക്ക് നിന്നെ കാണുമ്പോൾ കിസ് ചെയ്യാൻ തോന്നിയേക്കും, പക്ഷേ ലിപ്സ്റ്റിക്ക് വാങ്ങുന്നതിന് മുമ്പ് നീ അവനെ കണ്ടാൽ ചുണ്ട് ചെറുതായി കടിക്കാൻ ശ്രമിക്കണം, അപ്പോൾ അവന് നീ കൂടുതൽ വശീകരിക്കുന്ന പോലെ തോന്നും എന്നവൻ പറയുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണെന്ന് ചോദിച്ച് സ്മൈൽ ഒരു ട്രയൽ എടുക്കുന്നുണ്ട്. അവളുടെ ചുണ്ടിന് നല്ലൊരു കടി കിട്ടി ചുണ്ട് മുറിഞ്ഞ് ചോര വരുന്നു.
വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കാനും തുടങ്ങുന്നു. ബാഡ്സ് ഒരു ടിഷ്യൂ എടുത്ത് ചോര തുടയ്ക്കുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ വീട്ടിൽ പോകുന്നത് എങ്ങനെയാണെന്ന് ബാഡ്സ് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ലെസൺ ഓർമ്മിച്ചുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ എന്നെ വീട്ടിൽ കൊണ്ടുവിടാമോ എന്ന് ചോദിച്ച് അവൾ കൊഞ്ചുന്നു. ബാഡ്സിന് ചിരി വരുന്നുണ്ട്. കൊണ്ടുവിടാമെന്ന് സമ്മതിച്ചപ്പോഴാണ് ലിസിനെ കാണാൻ ചെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ളത് അവൻ ഓർമ്മ വന്നത്. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ട് ഇന്ന് കൊണ്ടുവിടാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ സമയം റെന്റ് എടുത്തിരിക്കുകയല്ലേ, പിന്നെ നിനക്ക് വേറെ എന്ത് അത്യാവശ്യമാണെന്ന് അവൾ ചോദിക്കുന്നു. ഇതിന് പകരം ഞാൻ വേറെ ദിവസം കൂടുതൽ സമയം നിൽക്കാം, ഇപ്പോൾ എനിക്ക് പോയേ പറ്റൂ എന്നവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നു. ലിസ് എതിർത്തിട്ടും കൈറോ അവൾക്കൊപ്പം ചെല്ലുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുമെന്ന് നിനക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിനവൻ വന്നിട്ട് വേണ്ടേ, അവൻ വരില്ല എന്ന് കൈറോ ചിരിയോടെ പറയുന്നു. അവൻ വരുമെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തതാണ്, അവനിപ്പോൾ അകത്തുണ്ടാകും എന്ന് ലിസ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ ഞാനും കൂടി ടേബിളിനടുത്തേക്ക് വരാം എന്നവൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് നിനക്ക് പേടിയുണ്ടല്ലേ, നിൻ്റെ ബോയ് ഫ്രണ്ട് അകത്തുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടിയേക്കും, പക്ഷേ ഇല്ലെങ്കിൽ നിനക്ക് കമ്പനിക്ക് ഒരാളാവില്ലേ, നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ എന്നവൻ പറയുന്നു. ലിസ് പിന്നെ എതിർപ്പൊന്നും പറയാതെ അകത്തേക്ക് പോകുന്നു. കൈറോ പുറകെയും. അകത്ത് ബാഡ്സ് എത്തിയിരുന്നില്ല. റിസർവ് ചെയ്തിരുന്ന സീറ്റിൽ അവൾ ചെന്നിരുന്നപ്പോൾ നീ ഇവിടെ ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരുന്നു, എനിക്ക് പക്ഷേ വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ടേബിളിൽ പോയി ഭക്ഷണം കഴിച്ചു തുടങ്ങാം, അവൻ വന്നില്ലെങ്കിൽ നിനക്ക് അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് അവൻ മറ്റൊരു ടേബിളിലേക്ക് പോകുന്നു. സ്മൈൽ ടാക്സി അന്വേഷിച്ച് കുറേ നടന്നെങ്കിലും അവൾക്ക് ടാക്സി കിട്ടുന്നില്ല. റോഡിലെങ്ങും മറ്റാരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരാൾ അവൾക്കരികിലേക്ക് വന്ന് അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചത്. അയാളെ തട്ടി എറിഞ്ഞിട്ട് അവൾ ഓടാൻ തുടങ്ങുന്നു. ലിസ് ബാഡ്സിനെ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ എടുക്കുന്നില്ല. അവൾ ഓർഡർ ചെയ്തിരുന്ന ലവ് സെറ്റ് ഡിഷ് അപ്പോഴേക്കും സെർവ് ചെയ്യുന്നുണ്ട്. ബാഡ്സ് ലിസിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ബൈക്കിന് എന്തോ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്ത് അത് സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയപ്പോൾ ലിസിൻ്റെ കോൾ വരുന്നു. റെസ്റ്റോറൻറ്റ് അടയ്ക്കാറായി, നീ എവിടെയാണെന്ന് അവൾ ചോദിച്ചപ്പോൾ എൻ്റെ ബൈക്കിന് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഉടനെ എത്താം, പിണങ്ങല്ലേ എന്ന് പറഞ്ഞവൻ ഫോൺ വയ്ക്കുന്നു. ബൈക്ക് ഓടിച്ച് കുറേ ദൂരം ചെന്നപ്പോൾ വീണ്ടും നിൽക്കുന്നു. അവൻ ഇറങ്ങിയത് പരിശോധിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എന്നെ വിട് എന്ന് നിലവിളി അവൻ കേട്ടത്. സ്മൈലിൻ്റെ ശബ്ദമല്ലേ അത് എന്നവൻ ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.